ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം. അങ്ങനെ ദീപയ്ക്ക് പറയാനുള്ളതൊക്കെ നമ്മുടെ സരയുവിനോട് പറയുന്നുണ്ട്. അങ്ങനെ സരയു ആണെങ്കിൽ വീട്ടിലെത്തുകയാണ്. അതിനുശേഷം സരയുവിന്റെ ആ ഒരു സംശയവും കാര്യങ്ങളും മനോഹറിനെതിരെ വീണ്ടും വരികയാണ്. മനോഹർ ശാരിയോട് ചോദിക്കുന്നുണ്ട്, എന്നെ പറ്റി എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞു കൊടുത്തു? ആൾക്ക് വീണ്ടും സംശയം വന്നല്ലോ എന്ന് പറയുമ്പോൾ, ഇല്ല, ഞാനൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. എന്തായാലും അവളുടെ സ്വർണവും പണവും നീ അങ്ങോട്ട് തിരിച്ചു കൊടുക്കും. നീ പോയി കഴിഞ്ഞാലും അവൾക്കും കുഞ്ഞിനും ജീവിക്കാനുള്ള ഏക ആശ്രയം എന്ന് പറഞ്ഞാൽ അത് മാത്രമാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ സരയു രണ്ടും കൽപ്പിച്ച് പുറത്തേക്ക് പോവാൻ നിൽക്കാണ്, മനോഹറിനെ കുറിച്ചുള്ള സത്യങ്ങൾ അറിയാൻ, മനോഹറിനെ പിന്തുടരാനൊക്കെ വേണ്ടിയിട്ട്. അപ്പൊ ശാരി ചോദിക്കുന്നുണ്ട്, നീ എവിടേക്കാ പോകുന്നതെന്ന് പറയുമ്പോൾ, എന്നെ ആരും തടയണ്ട, എനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് ഞാൻ പോകും, എനിക്ക് പോവാൻ തോന്നിയാൽ ഞാൻ പോയിരിക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോവുകയാണ്. എന്തായാലും നമ്മുടെ ദീപ ചെന്ന് കല്യാണിയോടും അതുപോലെ ഭാനുമതി അമ്മയോട് ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പൊ ഭാനുമതി പറയുന്നുണ്ട്, എന്തായാലും അതെ, അവർക്ക് നഷ്ടപ്പെടാൻ ഈ ഒന്നുമില്ല, മോൾക്കൊക്കെയാണ് ഇന്ന് നഷ്ടപ്പെടാനുള്ളത്, അതുകൊണ്ട് സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഭാഗമൊക്കെയാണ് എന്തായാലും പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.